ഹായ് ഓൾ. സോ എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ഞാൻ ആരാ, എന്താ, എന്ത് പ്രൊഫഷനാണ് ചെയ്യുന്നത്, എവിടെയാണ് പഠിക്കുന്നത്, നേഴ്സാണോ, ഫിസിയോതെറാപ്പിസ്റ്റാണോ, ഇനി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഇത്, സ്കോപ്പിൻ്റെ എങ്ങനെയാണ്. ഒത്തിരി +2 കഴിഞ്ഞ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. ആദ്യമൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ എൻക്വയറീസ് വരുമ്പം എൻ്റെ വർക്കിംഗ് അവേഴ്സും എല്ലാം കൂടെ കൂട്ടി എനിക്ക് അതിനുള്ള റിപ്ലൈ നീണ്ട ക്വസ്റ്റ്യൻസൊക്കെയാണ്, അത് കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓർത്ത് എന്തുകൊണ്ട് ഇതെല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ വന്ന ക്വസ്റ്റ്യൻ, ഞാൻ ആരാണ്? എൻ്റെ പേര് ഗംഗ എന്നാണ്. ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. എൻ്റെ വീട് കോട്ടയമാണ്. ഞാൻ കോട്ടയത്ത് ഒരു ഹോസ്പിറ്റലിൽ ഫിസിയോ ആയിട്ട് വർക്ക് ചെയ്യുന്നു. എന്താണ് എൻ്റെ ക്വാളിഫിക്കേഷൻസ്? ഞാൻ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, അത് കഴിഞ്ഞിട്ട് മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി, അതായത് MPT ഞാൻ സ്പെഷ്യലൈസേഷൻ എടുത്തിട്ടുണ്ട്. മസ്കുലർ സ്കെലറ്റൽ ആൻഡ് സ്പോർട്സിലാണ് ഞാൻ സ്പെഷ്യലൈസേഷൻ എടുത്തിരിക്കുന്നത്. പിന്നെ എങ്ങനെയുണ്ട് ഈ കോഴ്സ്? വളരെ നല്ലൊരു കോഴ്സാണ്, അടിപൊളി കോഴ്സാണ്. ഓക്കെ, എങ്ങനെയാണ് ഇതിൻ്റെ ഓരോരോ, എനിക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം ഞാൻ ഓരോരോ ക്വസ്റ്റ്യൻസിനായിട്ട് പറയാം. അപ്പോൾ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ കോഴ്സ് ഇതിലോട്ട് എങ്ങനെയാണ് എത്തിപ്പെടേണ്ടത്, അല്ല ഇതിന് സ്കോപ്പ് ഉണ്ടോ, ഇങ്ങനെയൊക്കെയാണ്. നിങ്ങളൊരു +2 കഴിഞ്ഞ് സയൻസ് എടുത്തൊരു സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫിസിയോതെറാപ്പിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഒരു 80% മാർക്കോ ഇപ്പോൾ ഉണ്ടെങ്കിൽ, 60 ആണ് ബേസിക്ക് പറയുന്നത്, പക്ഷേ ഒരു 80 ഉണ്ടെങ്കിലും ആയിരിക്കും കിട്ടാൻ ചാൻസ് കൂടുതൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളത്. 60 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പുറത്തൊക്കെ മീൻസ് കേരളത്തിന് പുറത്തൊക്കെ ഡൊണേഷൻസ് ഒക്കെ കൂടുതൽ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഒരു ധാരണയിൽ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മാർക്ക് വെച്ചിട്ടായിരിക്കും നമുക്ക് അഡ്മിഷൻ നടക്കുന്നത്. നിലവിൽ കേരളത്തിൽ LBS മുഖാന്തരമാണ് അഡ്മിഷൻസ് നടക്കുന്ന. അലോട്ട്മെൻറ്റ് ബേസിലായിരിക്കും അഡ്മിഷൻ. പിന്നെ ചില കോളേജസിന് മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റിൽ അതാത് രീതിയിലായിരിക്കും. അത് ഡയറക്റ്റ് നമുക്ക് അവിടെ പോയിട്ട് ബുക്ക് ചെയ്ത് അങ്ങനെ. ഇപ്പം ഞാൻ പഠിച്ചത് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഗാന്ധിനഗർ, കോട്ടയം. അവിടെ തന്നെയാണ് ഞാൻ PG ചെയ്തത്. ഞങ്ങൾക്ക് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലാണ് അലോട്ട്മെൻറ്റ് മീൻസ് അഡ്മിഷൻ നടക്കുന്നത്. ഒന്ന് ഗവൺമെൻറ് LBS മുഖാന്തരം, 2 അവിടുത്തെ മെറിറ്റ്. നമ്മുടെ +2 മാർക്ക് ചെല്ലുന്നു, അവിടെ ചെല്ലുന്നു, അതൊക്കെ അവർ എൻട്രി ചെയ്തിട്ട് അത് റാങ്ക് ലിസ്റ്റ് വരും. അതിൽ നിന്ന് കൗൺസിലിംഗ് വെക്കുന്നു, അതിൽ നിന്ന് നമ്മൾ എടുക്കുന്നു. അവിടെ ഡൊണേഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, കാരണം അതൊരു എയ്ഡഡ് കോളേജ് ആയതുകൊണ്ട് അവിടെ അങ്ങനെയൊന്നുമില്ല. പക്ഷേ പ്രൈവറ്റിൽ ഡൊണേഷൻസും കാര്യങ്ങളും കാണും, കുറച്ചും കൂടെ ഫീസ് മേ ബി വേരിയേഷൻസ് കാണും ഗവൺമെൻറ്റിനേക്കാളും. ഇവിടുത്തെ ഗവൺമെൻറ്റിനേക്കാളും വലിയ വേരിയേഷൻസ് വരുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് അഡ്മിഷൻ. പക്ഷേ ഇതിൽ ഒരു പ്രശ്നം വരാൻ പോകുന്നത്, നമുക്ക് ഇപ്പം നിൽക്കുന്ന രീതിയിലായിട്ടില്ല നെക്സ്റ്റ് ഇയറിൽ. കുറേ വർഷങ്ങളായിട്ട് പറയുന്നതാണ് നീറ്റ് വരും. ഇപ്പം നീറ്റ് വരുന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരുന്നു. ഈ വർഷം വരേണ്ടായിരുന്നു. നെക്സ്റ്റ് ഇയർ തൊട്ട് നീറ്റിൻ്റെ ബേസിസിലായിരിക്കും അഡ്മിഷൻ. നീറ്റ് നിങ്ങൾ ക്ലിയർ ആവണം, അതുപോലെ ക്വാളിഫൈ ആയി ചെയ്യുന്നെങ്കിലേ ഉള്ളൂ ഫിസിയോതെറാപ്പിയിൽ അഡ്മിഷൻ വരത്തുള്ളൂ. എൻ്റെ വീഡിയോസിലൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ നീറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ? ഇനിയുള്ള കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, അവർ ക്വാളിഫൈ ചെയ്തിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അപ്പം PG ഒക്കെ ആ രീതിയിലായിരിക്കും വരുന്നത്. ഇപ്പം എൻ്റെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ BPT 4.5 ഇയേഴ്സും PG 2 ഇയേഴ്സുമാണ്. നമുക്കിനി അത് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് 4.5 5 ഇയേഴ്സും. മറ്റേ ഹാഫ് എന്ന് പറഞ്ഞാൽ 6 മന്ത്സ് നമുക്ക് ഇൻറ്റേൺഷിപ്പ് ആയിരുന്നെങ്കിൽ ഇനി ആ 1 ഇയർ ഇൻറ്റേൺഷിപ്പ് ആയിരിക്കും. അത് പെയ്ഡ് ആയിരിക്കും, വിത്ത് സ്റ്റൈഫൻഡോട് കൂടിയിട്ടായിരിക്കും. ഞങ്ങൾക്ക് അങ്ങോട്ട് പൈസ കൊടുത്ത് ഹോസ്പിറ്റലിൽ പോയി നിന്ന് ഇൻറ്റേൺഷിപ്പ് ചെയ്തവരാണ്. ഇനി അങ്ങനെ ഒരു സംഭവമല്ല, നമുക്ക് സ്റ്റൈഫൻഡും കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കോഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ്. പിന്നെ എങ്ങനെയാണ്, സ്കോപ്പ് ഉണ്ടോ? പിന്നെ സ്കോപ്പ് ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഈ ജോലിക്ക് നിൽക്കുന്നത്. സ്കോപ്പൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാം, ക്ലിനിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാം, സ്പോർട്സ് ഫിസിയോ ആയിട്ട് വർക്ക് ചെയ്യാം, കാർഡിയോ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം, റിസർച്ചിന് പോകാം, പഠിപ്പിക്കാൻ പോകാം, കോർപ്പറേറ്റിൽ ഒരു ഫിസിയോ ആകാം, നേവിയിലുണ്ട്, ആർമിയിലുണ്ട്, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഏത് ചൂസ് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ എങ്ങനെയാണ് സാലറിയൊക്കെ? സാലറി നിങ്ങൾ കേരളത്തിൽ ജോലി ചെയ്യുന്നവരോട് അങ്ങനെ ചോദിക്കുന്നത് വളരെ കുറവാണ്. വളരെ പരിതാപകരമാണ് ഇവിടുത്തെ സാലറി. അല്ലെങ്കിൽ വല്ല ഗവൺമെൻറ്റിലും കിട്ടണം, അല്ലെങ്കിൽ നല്ലൊരു ഹൈ സെറ്റപ്പിലുള്ള ഹോസ്പിറ്റലിൽ കിട്ടണം. അതുവഴി സാലറി ഭയങ്കര കുറവാണ്. പക്ഷേ ആരും അറിയാത്ത വേറൊരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പ്രൈവറ്റ് കേസസ് ഉണ്ട്. ദാറ്റ് ഹോസ്പിറ്റലിൽ വരാത്ത പേഷ്യൻസിന് നമുക്ക് വീട്ടിൽ പോയിട്ട് ഫിസിയോ ചെയ്യാം. നമുക്കതൊരു എക്സ്ട്രാ ഇൻകമാണ്. അത് നമുക്ക് പേഴ്സണലി ആയിരിക്കും പൈസ കിട്ടുന്നത്. ഇപ്പോൾ ക്ലിനിക്കിൻ്റെ ബേസിലൊക്കെ നിങ്ങൾ പോകുന്നെങ്കിൽ ഒരു എമൗണ്ട് അവർക്ക് പോകും. ബട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എന്നാലും നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഈ ക്ലിനിക്കിൽ നിന്നുള്ള ഇൻകത്തിനോടൊപ്പം നമുക്ക് പ്രൈവറ്റായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇൻകം ഉണ്ട്. അതെല്ലാവരും പുറത്ത് പറയത്തില്ല, കാരണം നമുക്കൊരു എക്സ്ട്രാ ഇൻകം ഒത്തിരി പറയില്ലല്ലോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകാൻ പറ്റും. അത് പേടിക്കേണ്ട. നമുക്കൊരു കോൺടാക്റ്റ് ഒക്കെ ആക്കിയെടുക്കാം. നിങ്ങൾ KAPC പോലെയുള്ള സംഘടനകളിലൊക്കെ
മെമ്പർഷിപ്പ് എടുക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലൊക്കെ പ്രൈവറ്റ് കേസസ് വരും, നിങ്ങൾ ഇന്ന ലൊക്കാലിറ്റിയിലുള്ള ആളാണ്. അപ്പോൾ ഇപ്പോൾ കോൺടാക്ട്സ് നിങ്ങൾ കീപ്പ് ചെയ്യണം. ഇങ്ങനെ മീറ്റിംഗ്സ് ഒക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ ചെല്ലണം. അങ്ങനെയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കുറേ ആൾക്കാർ നിങ്ങൾക്ക് കാണും. കോൺഫറൻസ് ഒക്കെ വരുമ്പോൾ അവിടെ ചെല്ലുക. നമ്മുടെ പേര് മറ്റുള്ള ഫിസിയോസിലോട്ട് എത്തിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ അറിയുന്നത്. ഇതൊക്കെ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ. ഓക്കെ, ഇനി നല്ല കോളേജസ് സജസ്റ്റ് ചെയ്യും. ഞാൻ പഠിച്ച കോളേജ് അങ്ങനെ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. എല്ലാവരും ഓർക്കും സ്കൂളിലൊക്കെ മറ്റേ എയ്ഡഡ് കോളേജിനാണ് വാല്യൂ കൂടുതൽ. അങ്ങനെയൊന്നുമില്ല. കേരളത്തിൽ എല്ലാ കോളേജിനും ഏകദേശം ഒരു വാല്യൂ തന്നെയാണ്. കാരണം നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഉണ്ടല്ലോ, ഈ നമ്മുടെ ഡീംഡ് യൂണിവേഴ്സിറ്റിക്കൊക്കെ കുറച്ചും കൂടെ റാങ്ക് ഉണ്ടല്ലോ. ഇന്ത്യയിലിപ്പം CMCക്ക് അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഓരോരോ കോളേജസിനുണ്ട്. ഇപ്പോൾ കോയമ്പത്തൂരൊക്കെ കുറേ കോളേജുണ്ട്, ബാംഗ്ലൂരൊക്കെ കുറേ കോളേജുണ്ട്, സെൻറ്റ് ജോൺസ്, ഇതൊക്കെ ഭയങ്കര ഹൈലി ഗ്രേഡഡാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. മണിപ്പാലൊക്കെ. പക്ഷെ നമ്മുടെ കേരളത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യക്കകത്തുള്ള അറിവുള്ളൂ. പുറത്തോട്ടെന്ന് പറയുമ്പോൾ അവിടെ സ്റ്റാഫൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അറിയില്ല, ഭയങ്കര ഫേമസ് അല്ല ഒന്നും. അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് അവിടെ പഠിക്കുന്നതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റിൽ വലിയ വ്യത്യാസമില്ല. ആ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്ന ഇവിടുത്തെയാണ്, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ എല്ലാ കോളേജും ഏകദേശം ഒരുപോലെയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ഒരു PG UG ഐ വാസ് നോട്ട് ഹാപ്പി വിത്ത് മൈ കോളേജ്. എനിക്കൊരു നല്ല അനുഭവങ്ങൾ കൂടുതൽ ഒത്തിരി മോശം അനുഭവങ്ങളും. നമ്മൾ കാണുന്ന സർക്കാർ ഓഫീസുകളൊക്കെ പോലത്തെ ഓഫീസുകളൊക്കെ ആയിരുന്നു. നമ്മളെ കുറേ നേരം വെയിറ്റ് ചെയ്യിപ്പിക്കും, പാർഷ്യാലിറ്റി ഭയങ്കര കൂടുതലാണ്, അതിൻ്റെ പേര് കുറേ ക്രൂശിക്കപ്പെടും, അങ്ങനത്തെയൊക്കെ ഉണ്ട്. എല്ലാ കോളേജിലും അതൊക്കെ കാണും. ഇവിടെയുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കോളേജ് ഒത്തിരി സജസ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ നമ്മൾ കാലം മാറുന്നതനുസരിച്ച് എല്ലാവരും അപ്ഗ്രേഡ് ആവുന്നുണ്ട്. പിന്നെ വേറെ കേരളത്തിലെ കോളേജസ് ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ ആരും പേര് പറയുന്നില്ല, കാരണം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പഠിച്ച പിള്ളേർ പറയും എനിക്ക് ഇത് കൊള്ളത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇല്ല, ഇഷ്ടംപോലെ കോളേജസ് ഉണ്ട്. ഇപ്പോൾ ഓരോ വർഷം ഓരോ പുതിയ കോളേജൊക്കെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ കൂടുതലും ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് ഒക്കെ പോകുന്നതും ഇതൊക്കെ നോക്കിയിട്ടെടുക്കും കേട്ടോ. അവർക്ക് തന്നെ ക്ലിനിക്കുള്ള ഹോസ്പിറ്റൽസ് മീൻസ് കോളേജസ് ഉണ്ട്, പക്ഷെ അവർക്കൊരു ഹോസ്പിറ്റലും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്പോഷർ കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ നോക്കിയെടുക്കുക. അല്ലെങ്കിൽ നല്ല പോസ്റ്റിങ്സ് വിടുന്നതൊക്കെ നോക്കിയെടുക്കുക. കാരണം നമുക്ക് തിയറി പോലെ തന്നെ പ്രാക്ടിക്കലും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പിന്നെ ഇത് പഠിക്കാൻ എങ്ങനെയാണ്, ഈസിയാണോ? പഠിക്കാൻ ഈസിയൊന്നുമല്ല, മെഡിക്കൽ കോഴ്സാണ്. നമ്മൾ അനാറ്റമിക്ക് MBBSൻ്റെ ആ ഏകദേശം സെയിം സിലബസിലാണ് പഠിക്കുന്നത്. അപ്പം എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല, നല്ല ടഫാണ്. തിയറി അത്യാവശ്യം നന്നായിട്ടുണ്ട്. നമുക്ക് വേണ്ടതും വേണ്ടാത്തൊക്കെ ആയിട്ട് ഒത്തിരി സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈസി അല്ല, ബട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊണ്ട് പറ്റും. എനിക്ക് ഈ കോഴ്സ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് എൻ്റെ പോസ്റ്റിംഗ് തുടങ്ങിയപ്പോൾ, സെക്കൻഡ് ഇയർ തുടങ്ങിയപ്പോൾ. ആദ്യം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഏതോ ലോകത്തിരിക്കുന്നു, +2 വരെ പഠിച്ചിട്ട് ഒരു ബന്ധമില്ലാത്ത വേറെ എന്തൊക്കെയോ പഠിക്കുന്നു. പക്ഷെ പോസ്റ്റിംഗ് ചെയ്യുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇതാണ് ഫിസിയോതെറാപ്പി എന്ന് മനസ്സിലാവാൻ തുടങ്ങി. നമ്മൾ ഈ പഠിക്കുന്ന പോലെയല്ല, കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ പേഷ്യൻസിൻ്റെ റിക്കവറി, ആ പേഷ്യൻ്റായിട്ടുള്ള ബോണ്ടൊക്കെ, ആ റാപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കോഴ്സ്. സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പത്തോട്ടോ കേട്ടോ കോഴ്സിനോട് ഭയങ്കര ഒരു റെസ്പെക്റ്റും ഈ പ്രൊഫഷനോട് എനിക്ക് ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയത്. ഇത്തിരി ലോങ് ആയി പോയെന്ന് തോന്നുന്നു വീഡിയോ, പക്ഷേ നിങ്ങൾ ചോദിച്ച എല്ലാത്തിനും എനിക്ക് ഉത്തരം പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ ഇപ്പോൾ ഐ എം ഹാപ്പി വിത്ത് മൈ പ്രൊഫഷൻ. ഐ എം റിയലി പ്രൗഡ് ടു ബി ഫിസിയോ. നിങ്ങളൊന്ന് ഓർക്കുക, ഒരു പേഷ്യൻറ്റ് വിത്തൗട്ട് മെഡിസിൻ, ഒരു സർജറി, ഒരു പ്രൊസീജിയേഴ്സ് ഇല്ലാതെ നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് എക്സസൈസസ് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം അതൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. പിന്നെ കുറേ പേര് ചോദിക്കുന്നത് മസാജാണ്. മസാജും ഒന്നും ഇല്ലെന്നേ, ഫിസിയോതെറാപ്പി മസാജും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ എക്സസൈസ് അല്ലെങ്കിൽ കുറച്ച് മൂവ്മെൻറ്റ്, നമ്മുടേതായ കുറേ ടെക്നിക്സ്, കുറച്ച് മെഷീൻസ്, ഇതൊക്കെ കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് രീതിയാണ് ഫിസിയോതെറാപ്പി. നോട്ട് ലൈക്ക് സംതിങ് കോൾഡ് മസാജ്. ഓക്കെ, ഇത് മസാജ് അല്ല. അതുകൊണ്ട് മസാജ് തെറാപ്പിസ്റ്റ് അല്ല, വി ആർ ഫിസിയോതെറാപ്പിസ്റ്റ്, ഫിസിക്കൽ തെറാപ്പിസ്റ്റ്, നോട്ട് മസാജ് തെറാപ്പിസ്റ്റ്. ഓക്കെ, പിന്നെ അടുത്ത് മേജറൊരു കാര്യം, നമുക്കൊരു ഡോക്ടർ പ്രിഫിക്സ് കിട്ടും. ഡോക്ടർ പ്രിഫിക്സ് വിത്ത് PT. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇതെപ്പോഴും ഇങ്ങനെ നിൽക്കും. കാരണം ഇടയ്ക്ക് ഓർഡർ വരും, പിന്നെ അതിന് സ്റ്റേ വരും, പിന്നെയും മാറും. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് മാത്രം ആരും ഫിസിയോതെറാപ്പി ചൂസ് ചെയ്യില്ല. നിങ്ങൾ ആസ് എ ഐ എം ഫിസിയോതെറാപ്പിസ്റ്റ് എന്നുള്ള ലേബലിന് വേണ്ടി ചൂസ് ചെയ്യുക. ഈ ഡോക്ടർ പ്രിഫിക്സ് കണ്ടുകൊണ്ട് ചൂസ് ചെയ്യില്ല. അതുപോലെ തന്നെ കുറേ കോഴ്സസ് ഉണ്ട് കേട്ടോ, ഈ പറയുന്ന BO കോഴ്സസ്, ഡിപ്ലോമ കോഴ്സസ്, അങ്ങനെയുള്ള കോഴ്സസിലൊന്നും പോയി പെടാതിരിക്കുക. അതൊന്നും ഫിസിയോതെറാപ്പി അല്ല. അവർ നമ്മളെ പറഞ്ഞ് വലിപ്പിക്കാൻ നോക്കുന്നതാണ് ഫിസിയോതെറാപ്പി അല്ല. ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി 4.5 അല്ല DPT 5 years ആകും. DPT എന്ന് പറഞ്ഞാൽ 6 years കോഴ്സ്, ഡോക്ടർ ഓഫ് ഫിസിയോതെറാപ്പി. ഇങ്ങനത്തെ കോഴ്സുകൾ എടുക്കുക. നെവർ ഗോ ഫോർ ഈ BO ആൻഡ് പിന്നെ നമ്മുടെ ഡിപ്ലോമ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ ഡെവലപ്മെൻറ്റ് തെറാപ്പി ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ട്. അതൊന്നും ഫിസിയോതെറാപ്പി അല്ല, അതൊക്കെ ഓരോരോ കോഴ്സസാണ്. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡിഗ്രി കോളേജുകളിൽ
ഫിസിയോതെറാപ്പി പഠിക്കരുത്, മീൻസ് പഠിപ്പിക്കുന്നില്ല. അത് പാരാമെഡിക്കൽ അലൈഡ് കോളേജസിലാണ് വരുന്നത്. പാരാമെഡിക്കൽ എന്നുള്ള ടേം ഇപ്പോൾ ഇല്ല. സോ അലൈഡ് കോളേജസിലാണ് വരുന്നത്. അതൊരിക്കലും ഡിഗ്രി കോളേജസിൽ വരുന്നില്ല. നമ്മൾ കോട്ടയത്തൊക്കെ അങ്ങനത്തെ കോളേജസ് ഉണ്ട്, ബട്ട് അതൊന്നും ഫിസിയോതെറാപ്പി അല്ല കേട്ടോ. പിന്നെ പുറത്തോട്ടുള്ള രാജ്യത്തോട്ടൊക്കെ നല്ല സ്കോപ്പുണ്ട്. ഓസ്ട്രേലിയ, കാനഡ, UK അങ്ങനെയുള്ളിടത്തോട്ടൊക്കെ സ്കോപ്പുണ്ട്. എക്സ്പീരിയൻസ് ആണെന്ന് വെച്ച് നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാം. ഇപ്പം അത് എന്നിട്ടെന്താ ഞാൻ പോകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസ് 2 ഇയർ ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി വേറെ എന്താണ് എന്നുള്ളത്, ഇനിയും കുറേ ഡൗട്ട്സൊക്കെ കാണുമായിരിക്കും. ഞാനൊരു ഓവറോൾ ഐഡിയ തന്നേ ഉള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങളൊന്ന് പറയുക. അതുപോലെ ഇങ്ങനത്തെ കുറച്ചും കൂടെ വീഡിയോസ്, ഫിസിയോതെറാപ്പി വീഡിയോസോ അതിൻ്റെ മീംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഡു ഫോളോ മൈ ഇൻസ്റ്റാഗ്രാം പേജ് ആൻഡ് ഡു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഫേസ്ബുക്കിൽ ഒരു ചാനലുണ്ട്. എല്ലാത്തിലും ഒരേ കണ്ടൻറ്റ് തന്നെയാണ്. ഡു സപ്പോർട്ട് മീ. ഓക്കെ, ബൈ ഗൈസ്.